സമയം അർദ്ധരാത്രി 12 മണി. എങ്ങും നിശബ്ദത. ആ ഇരുളിനെ ഭേദിച്ച് എങ്ങു നിന്നോ ഒരു കാലൻ പട്ടി ഓരിയിടുന്നു. കാറ്റിന് ശക്തി കൂടിക്കൂടി വന്നു. എങ്ങു നിന്നറിയില്ല. മഴയും അതിനൊപ്പം വന്നു. അവൻ ആ ജനാലക്കരികിലേക്ക് മന്ദം നീങ്ങി. അപ്പോൾ എവിടെ നിന്നോ ഒരു തണുത്ത കരതലം അവന്റെ തോളിൽ മെല്ലെ സ്പർശിച്ചു. ഡയറക്ടർ, സിനിമയുടെ ഡയറക്ടർ സാറാണോ? ഞാനാ ഡയറക്ടർ. ഞാൻ അഭിനയിക്കാൻ വന്നതാ. അയ്യോ, അഭിനയിക്കാൻ വന്ന കാവടി. സാർ വേഷമല്ലോ ഉണ്ടോ? സാർ വേഷമുണ്ടോ? വേഷമോ? നിനക്ക് തരാൻ അല്ല, നീ അഭിനയിക്കോ? പിന്നെ തീർച്ചയായിട്ടും അഭിനയിക്കും സാർ. എനിക്ക് നല്ലൊരു വേഷം നീ എന്ത് ചെയ്യും? ഞാൻ ഇട്ടോണ്ട് നടക്കും. ഓ, അതല്ലടാ, പറഞ്ഞ ഒരു ക്യാരക്ടർ തരാം കേട്ടോ. സാർ പറഞ്ഞു ഞാൻ അഭിനയിക്കും. എന്റെ പടം എന്ന് പറഞ്ഞ സൂപ്പർ പടമാണ്, നല്ല കഥയാണ്. ആ നല്ല പവർഫുൾ ആയിട്ട് നല്ല ആണുങ്ങളെ പോലെ അഭിനയിച്ചാൽ ഈ പടം ഹിറ്റ് ആവും കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോണം. കഥ ഇതാണ്. നിന്റെ പെങ്ങളെ നിന്റെ കൂട്ടുകാരൻ ഗർഭിണിയാക്കിയിരിക്കുകയാണ്. ജോസേട്ടനായിരിക്കും. ഏത് ജോസേട്ടൻ? തബല വായിക്കുന്ന ജോസേട്ടൻ. അതാ ചെയ്യുള്ളൂ. എടാ, ഇത് കഥാപാത്രം. ഓ, കഥാപാത്രം. സാർ പറഞ്ഞു കേട്ടോ, അത് ഉൾക്കൊള്ളണം. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോ. ഇതാണ് നിന്റെ ഡയലോഗ്. നല്ല ആണത്തുള്ള ഡയലോഗാ. ശ്രദ്ധിച്ചു പറയണം കേട്ടോ. നിന്നെ വിശ്വസിച്ച് എന്റെ പെങ്ങളെ നീ ഗർഭിണിയാക്കിയല്ലോ ദുഷ്ട. ഇത്രയല്ലേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ അഭിനയിക്കാം സാറേ. ഡയലോഗ് കേട്ടോ? കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ച് നല്ല ആണത്തോടെ നല്ല ഗാംഭീര്യത്തോടെ ക്രൗര്യത്തോടെ പറയണം കേട്ടോ. അഭിനയമൊക്കെ അങ്ങോട്ട് വിഴിഞ്ഞ് പുറത്തോട്ടങ്ങ്. ഓക്കെ സാർ. സാർ ആക്ഷൻ പറഞ്ഞു, ഞാൻ അഭിനയിക്കാം. നിന്നെ വിശ്വസിച്ച് എന്നെ നീ ഗർഭിണിയാക്കിയുടെ ദുഷ്ട. തെറ്റിപ്പോയോ സാറേ? എടാ, ഇതാണോ ഞാൻ പറഞ്ഞേ? ഓ സാറേ, ഒരു ചാൻസ് കൂടി. അയ്യോ, ചാൻസ് തന്നെ കൊളവാക്കുവോ? ഇല്ല. അതൊക്കെ പോട്ടെ, വേറെ ചാൻസ് തരാം. നിന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. നിർത്തിക്കേ. സാറിന്റെ പടത്തിൽ ഗർഭം മാത്രമേ ഉള്ളൂ. ഞാൻ കേട്ടോ. എടാ, ഇത് പടവാ, സിനിമയാ. ഇത് ഹിറ്റാകണം കേട്ടോ. ഹിറ്റാവും. പൂർണ്ണ ഗർഭിണിയാ എന്റെ ഭാര്യയും കൊണ്ട് നീ കാറി പോകുമ്പോൾ വില്ലൻ ചാടി വീഴുകയാണ്. അപ്പോൾ നീ ആ രോക്ഷത്തോടെ പറയുകയാണ്, ആ ക്രൗര്യത്തോടെ പറയുകയാണ്, എന്താ സാറേ, എന്റെ ഭാര്യ പ്രസവത്തിന് കൊണ്ടുപോകുമ്പോഴാണോ നിന്റെ ഈ വെല്ലുവിളി? ഇത്ര വെല്ലുവിളി ഞാൻ ഭംഗിയായിട്ട് അഭിനയിക്കുകയാണ്. ഇതെങ്കിലും അവൻ ഹിറ്റാക്കും. ആക്ഷൻ. എന്നെ പ്രസവത്തിന് കൊണ്ടുപോകലാണോടാ നിന്റെ പേലിപ്പൊളി? എന്നതാടാ ഈ പറയുന്നേ? മൊത്തം തെറ്റിപ്പോയില്ല സാറേ. നീയാ തെറ്റിപ്പോയി. അയ്യോ സാറേ, അങ്ങനെ പറയരുത്. എനിക്ക് വേഷം വേണം. നിനക്ക് എന്റെ പടത്തിൽ ചാൻസ് ഇല്ല. അയ്യോ, അങ്ങനെ പറയരുത്. മൊത്തം സിനിമയിൽ അഭിനയിക്കാൻ അങ്ങനെ പറയുന്നത്. എന്റെ പടത്തിൽ നല്ല ചുറുചുറുക്കുള്ള 3 ആമ്പിള്ളേരാ വേണ്ടറിയോ? ഞങ്ങൾ 3 പേരുണ്ട്. എന്റെ കൂട്ടുകാർ പുറത്തേക്ക് വിളിക്കട്ടെ സാറേ. ഇതുപോലെയുള്ള മത്തങ്ങ പോലുള്ള നല്ല സുന്ദര സുഭക ഓടിവാടാ നമ്മളെ സിനിമയിലാണ്. ഇതാണ് എന്റെ കൂട്ടുകാർ സാർ. ഇത് സുന്ദരൻ, അത് സുമുഖൻ. ഏകദേശം കൊള്ളിക്കാം. ഈ നിൽക്കുന്ന എന്നതാടാ ഇത്? ഇവരാ ഞങ്ങളുടെ ഏറ്റവും നാട്ടിലെ ഏറ്റവും സുന്ദരൻ. അല്ലടാ സുന്ദര? സാറേ, ഞങ്ങൾ അഭിനയിക്കാൻ വിളിക്കും. സാർ കിട്ടിയ ഡയലോഗ് പറഞ്ഞു, ഞങ്ങൾ ചെയ്ത് കഴിക്കാം. ഞാൻ പറയുന്ന ഡയലോഗ് നല്ല വൃത്തിയായിട്ട് അഭിനയിക്കോ? അടിപൊളിയാക്കോ? എടാ, എന്റെ പടം പൊട്ടിക്കരുത്. ശ്രദ്ധിച്ചു കേട്ടോ കേട്ടോ. എന്റെ പടത്തിന്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മ, ഒരു മകൻ, ഒരു ഡോക്ടർ, 3 കഥാപാത്രങ്ങളാണ്. ശ്രദ്ധിച്ചു കേട്ടോ. അപ്പൊ ഈ മകൻ വന്ന് അമ്മയോട് പറയുകയാണ്, അമ്മേ ഞാൻ 10ാം ക്ലാസ് തോറ്റമ്മേ. ഇത് കേട്ട് അമ്മ പറയുകയാണ്, മോനെ നിന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നീ 10ാം ക്ലാസ് ജയിക്കണമെന്ന്. ഉടനെ മകൻ പറയുകയാണ്, അയ്യോ അമ്മ എനിക്ക് നെഞ്ചുവേദന പോലെ. ഉടനെ അമ്മ പറയുകയാണ്, സാരമില്ല മോനെ, നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാം. അപ്പൊ ഇവരിങ്ങനെ ഡോക്ടറെ അടുത്ത് പോവുകയാണ്. ഈ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടറോട് പറയാണ്, ഡോക്ടർ എന്റെ മകന് വല്ലാത്ത നെഞ്ചുവേദന. ഉടനെ ഡോക്ടർ പറയുന്നു, സാരമില്ല ഞാനൊന്ന് പരിശോധിക്കാം. പരിശോധിച്ച് നോക്കി ഡോക്ടർ ഞെട്ടോടെ പറയുകയാണ്, ഓ മൈ ഗോഡ്, നിങ്ങളുടെ മകൻ അധികാരം ജീവിച്ചിരിക്കില്ല, തട്ടിപ്പോവും. ഞാൻ ഡോക്ടർ, നീ അമ്മ, ഇവൻ മകൻ. അത് നല്ലത്. നീ ഡോക്ടറാ, നീ അമ്മയായാ മതി. എന്നെ കൊണ്ട് പറ്റില്ല. ഇനി അമ്മ ആണെങ്കിൽ വെച്ച് കെട്ടണം. എന്നെ കൊണ്ട് പറ്റില്ല. നീ വെച്ച് കെട്ടില്ല, നീ അമ്മ തന്നെയാ. ഇത് അമ്മ, ഞാൻ മകൻ, ഇത് ഡോക്ടർ. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ ഡയലോഗ് കേട്ടല്ലോ. അപ്പൊ ശ്രദ്ധിച്ചു പറയണം. ഡയലോഗ് ഇതാണ്. നല്ല പൗരുഷത്തോടെ അഭിനയിക്കണം, നല്ല വൃത്തിയായിട്ട് ആണത്തോടെ അഭിനയിക്കണം. അമ്മേ, എന്നാ മോനെ, ഞാൻ 10ാം ക്ലാസ്സിൽ തോറ്റമ്മച്ചി. നിന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നീ 10ാം ക്ലാസ് ജയിക്കാന്നുള്ളത്. അയ്യോ അമ്മേ, എന്നടാ എനിക്ക് വല്ലാത്ത നെഞ്ചുവേദന പോലെ. സാരമില്ല, നമുക്കൊരു ഡോക്ടറെ കാണാൻ പോവാം. ഡോക്ടർ എന്തോ എന്റെ മോനൊരു നെഞ്ചുവേദന പോലെ. ഞാനൊന്ന് പരിശോധിച്ച് നോക്കട്ടെ. ഓ, നിങ്ങളുടെ മോൻ അധികം കാലം ജീവിച്ചിരിക്കില്ല, തട്ടിപ്പോകും. നല്ലല്ലേ?
ഇവിടെ ഇങ്ങനെ ഒലക്ക വിഴുങ്ങി പോലെ പറയാനല്ല പറഞ്ഞത്. പിന്നെ ഇവിടെ ഈ പടം എന്നൊക്കെ പറഞ്ഞ അതിനകത്ത് കുറച്ച് ഹ്യൂമർ ഒക്കെ വേണം, കുറച്ച് കോമഡി ഒക്കെ വേണം. ദിലീപിന് കുഞ്ഞിക്കൂനം വിജയിച്ച എന്തുകൊണ്ടാ ദിലീപിന് കൂലുള്ളതുകൊണ്ട് അല്ലേ? എടാ കൂനുള്ളതുകൊണ്ടല്ല, അതിനകത്ത് കോമഡി ഉണ്ടായിരുന്നു. ആൾക്കാർ ചിരിക്കാനാ വരുന്നത് കേട്ടോ. അപ്പൊ ചിരിക്കണം. ഓക്കെ, അപ്പൊ ഞങ്ങൾ കോമഡി കാണിക്കണം. കോമഡി കാണിക്കണം. അത്രയല്ലേ സാറേ ഉള്ളൂ. പടം സാർ hit ആക്ഷൻ ആകണം. പറഞ്ഞു. സാർ ആക്ഷൻ പറ. ആക്ഷൻ. അപ്പച്ചേ, എന്നടാ ഞാൻ 10ാം ക്ലാസ്സിൽ തോറ്റപ്പച്ചി. നിന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം, നിന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നീ 10ാം ക്ലാസ് ജയിക്കാൻ. എനിക്ക് വല്ലാത്ത നെഞ്ചുവേദന പോലെ. സാരമില്ല മോനെ, നമുക്കൊരു ഡോക്ടറെ കാണാൻ പോ. ഡോക്ടറെ അയ്യോ, എന്റെ പാലൊരു നെഞ്ചുവേദന പോലെ. ഇത് അവസാനം ഞാൻ ചെമ്പരത്തി പോകുമ്പോ ചിരിച്ചോണ്ട് നടക്കുന്നത് അറിയാവോ? ഇവിടെ ചിരിക്കണം എന്ന് പറഞ്ഞ ഇങ്ങനെ ചിരിക്കല്ല വേണ്ടത്. പിന്നെ ഇവിടെ ഇതിനകത്ത് കുറച്ച് ട്രാജഡി വേണം, മനസ്സിലായോ? ട്രാജഡി വേണം. എടാ ആകാശദൂത് വിജയിച്ചെന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? നല്ല നല്ല ഡയറക്ടർമാരുള്ളതുകൊണ്ട്. എടാ അതുകൊണ്ടൊന്നല്ല, പിന്നെ അതിനകത്ത് ട്രാജഡി ഉണ്ടായിരുന്നു. ആൾക്കാർ സെന്റിമെന്റ്സ് വേണം. ആൾക്കാർ ഇങ്ങനെ കരഞ്ഞ് വിഷാദത്തോടെ വേണം തിയേറ്ററിന് പുറത്തു പോകാൻ. മനസ്സിലായോ? ശോകം വേണം, ട്രാജഡി വേണം, ശോകം വേണം. അത്രയേ ഉള്ളൂ. താൻ ആക്ഷൻ പറഞ്ഞു. തെറ്റിക്കരുത്. അപ്പച്ചിയെ, ഞാൻ 10ാം ക്ലാസ്സിൽ തോറ്റപ്പച്ചി. നിന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നടാ 10ാം ക്ലാസ് ജയിക്കാന്നുള്ളത്. അയ്യോ എന്റെ അപ്പച്ചിയെ, എനിക്ക് വല്ലാത്ത നെഞ്ചുവേദന പോലെ. സാരമില്ല മോനെ, നമുക്കൊരു ഡോക്ടറെ കാണാൻ പോകാം. ഡോക്ടറെ, എന്റെ മോനൊരു നെഞ്ചുവേദന പോലെ. ഇതും പോരെ? എന്നെ കടിപ്പിക്കപ്പെടുന്നത് വേണ്ട. ഇവിടെ ഇതല്ലടാ വേണ്ടേ. ഇവിടെ സുരേഷ് ഗോപിയുടെ സിനിമ കണ്ടിട്ടുണ്ടോ? ഇവിടെ ഇങ്ങനെ കിടന്ന് വേളാനല്ല പറഞ്ഞു, ഇങ്ങനെ അറിയാനല്ല പറഞ്ഞത്. ഇവിടെ അതിനകത്തൊക്കെ ആക്ഷൻ ഉണ്ടായിരുന്നു, അറിയോ? നല്ല പവർഫുൾ ആയിരിക്കണം പടം. ഇവിടെ ആൾക്കാർ ഇങ്ങനെ നല്ല ചങ്കം വിരിച്ച് വേണം പടം കാണാൻ. നല്ല ആക്ഷൻ വേണം. ആക്ഷൻ വേണം, അത്രയല്ലേ ഉള്ളൂ. സാർ പറഞ്ഞു. ഓക്കെ, റെഡി. ആക്ഷൻ. അമ്മേ അമ്മേ, എന്നാ ഞാൻ 10ാം ക്ലാസ്സിൽ തോറ്റമ്മച്ചി. നിന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്താ നീ 10ാം ക്ലാസ് ജയിക്കാന്നുള്ളത്. അയ്യോ അമ്മേ, എന്നാടാ? എനിക്ക് വല്ലാത്ത നെഞ്ചുവേദന പോലെ. സാരമില്ല മോനെ, നമുക്കൊരു ഡോക്ടറെ കാണാൻ പോകാം. ഓക്കെ. ഡോക്ടർ എന്നാടാ? എന്റെ മാൻ ഒരു നെഞ്ചുവേദന പോലെ. ഞാനൊന്ന് നോക്കട്ടെ. ദൈവമേ, ഇവൻ ജീവിച്ചിരിക്കത്തില്ല, താട്ടിപ്പോകും. നിന്നെ ആദ്യം തട്ടിക്കൊല്ലും കേട്ടോ. ഹലോ, ഇങ്ങനെയാണോ പടം പിടിക്കുന്നത്? എങ്ങനെ പടം പിടിക്കുന്നത്? എല്ലാ പടം പിടിക്കുന്നത്? പടം പിടിക്കുന്നത് വൃത്തിയായിട്ട് പിടിക്കണം, അറിയാമോ? എന്റെ പടം പൊട്ടി എന്റെ കാശാ പോകുന്നത്. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എന്താ സിനിമ ഷൂട്ടിംഗ് ഇവിടെ? അപ്പൊ നിങ്ങൾ ആരൊക്കെയാണ്? നിങ്ങൾ അഭിനയിക്കാൻ വന്നവര്. അപ്പൊ പുള്ളിയാണ് ഡയറക്ടർ. മെയിൻ ആളാ. അടിപൊളി. രാവിലെ ചായ കുടിച്ചോ? കുടിച്ചു. ഉച്ചക്ക് ഊണ് കഴിച്ചോ? വൈകിട്ട് കാപ്പി കുടിച്ചോ? പിന്നെ പരിപ്പോടെ ചായ. മരുന്ന് കഴിച്ചോ? മരുന്ന് കഴിച്ചില്ല. ചങ്ങലക്കിടേണ്ടി വരും, ഷോക്കടിപ്പിക്കേണ്ടി വരും. പോയി മരുന്ന് കഴിക്കും.
അല്ല സംഭവം എന്താന്ന് മനസ്സിലായി. നിങ്ങൾക്ക് ഇതുവരെ പുള്ളിപ്പിടുത്തം കിട്ടിയിട്ടില്ല. ഇല്ല, ഇതാണ് നിങ്ങളുടെ കുഴപ്പം. എന്റെ പൊന്നു മക്കളെ, കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവിടെ ഭ്രാന്തിന്റെ ചികിത്സയ്ക്ക് വന്നതാ ആ മാന്യൻ. ഈ പ്രാദേശിക 2 വർഷം കഴിഞ്ഞ് ഒരു കുറവുമില്ല. ഡോക്ടർ പറഞ്ഞത് 2 വർഷമല്ല 20 വർഷം കഴിഞ്ഞാലും അവന്റെ അസുഖം മാറൂലെന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ 3 മാസം കൂടി മരുന്ന് കഴിച്ചാൽ നിങ്ങളുടെ അസുഖം മാറും ഡോക്ടർ പറയണത്. ഇപ്പൊ ഡോക്ടർ വരാൻ സമയമായി. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മളെ തെല്ലി പോയി കിടന്ന് ഉറങ്ങാം.